പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സമയം ഔദ്യോഗികമായ സമയം അവസാനിച്ചെങ്കിലും ഇപ്പോഴും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നിര ഉണ്ട്. പലർക്കും ടോക്കൺ നൽകിയാണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെണ്ണക്കരയിൽ നിന്ന് സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി അവിടെ വലിയ സംഘർഷത്തിനിടയാക്കിയ ഒരു സ്ഥലമാണ് വെണ്ണക്കര എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ എത്ര പേരാണ് വോട്ട് ചെയ്യാനുള്ളത്? അവിടെ നിലവിൽ ഒരു സാഹചര്യം എന്താണ്? സംഘർഷ സാധ്യത നേരത്തെ തന്നെ ഒഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ബൂത്തിലെത്തി വോട്ടഭ്യർത്ഥന നടത്താൻ ശ്രമിച്ചതാണല്ലോ സംഘർഷത്തിനൊക്കെ ഇടയാക്കിയത്. എന്താണ് വെണ്ണക്കരയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? സിജു, 98 ടോക്കണാണ് വെണ്ണക്കരയിലെ 48ാം ബൂത്തിൽ നൽകിയിട്ടുള്ളത്. അതിൽ പകുതിയോളം പേർ വോട്ട് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ചുരുക്കം ചില ആളുകൾ 10-25 പേര് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ളത്. വലിയ വേഗതയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ള ആളുകളുടെ വോട്ടിങ്ങും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ 98 പേരായിരുന്നു 6 മണിക്ക് അവസാന ഘട്ടത്തിൽ ടോക്കൺ നൽകുമ്പോൾ ഈ പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്നത്. ഇവിടെ നേരത്തെ സിജു പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ട വന്നതിനെ തുടർന്ന് സംഘർഷം ഉണ്ടായതാണ് ഇവിടെ ഇത്രയും ഒരു പോളിംഗിൽ ഡിലേ വരാൻ ഒരു കാരണം. അതിനാൽ തന്നെ ഇപ്പോൾ വേഗതയിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ വേഗതയിൽ തന്നെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ചുരുക്കം ചില ആളുകൾ 10-20 പേര് മാത്രമാണ് ഇനി നിലവിൽ വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളത്. സിജു പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പോളിംഗ് 48 വെണ്ണക്കര ഹൈസ്കൂളിലെ 48ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയൊരു ഗുണ്ടായിസം നടന്നത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉള്ള ഒരു ശ്രമം അടക്കം ഈ ബൂത്തിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതേപോലെ തന്നെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഇത് ചോദ്യം ചെയ്ത് LDF പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് UDF സ്ഥാനാർത്ഥിയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. തുടർന്ന് വലിയൊരു സംഘർഷത്തിലേക്ക് ഇത് വഴി നീങ്ങുകയും ചെയ്തു. വലിയൊരു പോലീസ് സന്നാഹം പെട്ടെന്ന് തന്നെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും അന്യായത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ LDF-ൻ്റെ നേതാക്കളൊക്കെ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം പരാജയഭീതി പൂണ്ട രാഹുൽ മാങ്കൂട്ട പോളിംഗ് ബൂത്തുകളിൽ അവസാന ഘട്ടത്തിൽ സന്ദർശിക്കുകയും അവിടെ ഒരു നാടകീയത സൃഷ്ടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബൂത്തിലിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ക്യൂ നിൽക്കുന്ന വോട്ടർമാർക്കോട് കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ളൊരു ശ്രമം UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. തുടർന്ന് LDF പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായി. വലിയൊരു പോലീസ് സേന തുടർന്ന് ഇവിടെ എത്തുകയും ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ചുരുക്കം ചില ആളുകൾ കൂടി വോട്ട് രേഖപ്പെടുത്തിയാൽ ഈ പോളിംഗ് ബൂത്തിലെ മുഴുവൻ ആളുകളുടെയും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും. LDF-ന് മൃഗീയമായ ഒരു സ്വാധീനമുള്ള ബൂത്ത് കൂടിയാണ് വെണ്ണക്കര മേഖല. നഗരസഭാ കൗൺസിലർ അടക്കം LDF-ൻ്റെ കൗൺസിലർമാരുള്ള ഒരു മേഖല കൂടിയാണ് ഈ വെണ്ണക്കര മേഖല. സിജു, ശരി സച്ചിൻ, നേരത്തെ തന്നെ LDF സ്ഥാനാർത്ഥി സരിൻ വന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ ബോധപൂർവം ആസൂത്രിതമായ ഒരു സംഘർഷം ഉണ്ടാക്കാൻ അവിടെ UDF ശ്രമിച്ചു. ഇപ്പോൾ നമുക്കറിയാം വെണ്ണക്കര എന്ന പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ ഒരു പശ്ചാത്തലവും കൂടി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെയുള്ളവരും അവിടെത്തി പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഏത് വിധേനയും വോട്ട് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ അറിയാം, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൃത്യമായൊരു ട്രെൻഡ് വളരെ കൃത്യമായി തന്നെ LDF സ്ഥാനാർത്ഥി നേരത്തെ സരിൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി LDF വോട്ടുകൾ ചെയ്യിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ ഒരു മന്ദഗതി അത് കൃത്യമായി ബാധിച്ചത് UDF-നെയാണ്, BJP-യാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും അവിടെ എത്തി പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതും അതുതന്നെയാണ് സരിൻ ചൂണ്ടിക്കാട്ടിയതും. അതവിടെ അമ്പാടെ പൊളിയുകയും ചെയ്തു. അല്ലേ സരിൻ? അല്ലേ സച്ചിൻ? തീർച്ചയായും നേരത്തെ തന്നെ LDF-ൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ തന്നെ ഒരു ഗൂഢമായ ശ്രമമാണ് UDF-ൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ 184 ബൂത്തിൽ ഭൂരിഭാഗം ബൂത്തുകളും സന്ദർശിക്കാൻ വേണ്ടി രാവിലെ മുതൽ പോയിരുന്നു. എന്നാൽ ഒറ്റയ്ക്ക് മാത്രമാണ് സന്ദർശനം നടത്തിയത്. UDF സ്ഥാനാർത്ഥി പോകുന്ന ബൂത്തുകളിലെല്ലാം സംഘമായി എത്തിച്ചേരുകയും പ്രചരണ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. UDF-ൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും പുറത്തു നിന്നുള്ള പ്രവർത്തകരെ എത്തിച്ചുകൊണ്ടായിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ പ്രചരണത്തിനടക്കം
UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. അത്തരം പ്രവർത്തകരെയും കൂട്ടിക്കൊണ്ടായിരുന്നു രാവിലെ മുതൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ ബൂത്തുകൾ സന്ദർശിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നത്. ഇതാണ് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ബൂത്തിൽ അവസാന ഘട്ടത്തിൽ ഈ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവണതയിലേക്ക് UDF സ്ഥാനാർത്ഥി നീങ്ങിയത്. ഇതാണ് LDFിൻ്റെ ബൂത്ത് ഏജന്റുമാർ ചോദ്യം ചെയ്തത്. അപ്പോൾ LDFിൻ്റെ ബൂത്ത് ഏജന്റുമാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് നീക്കമുണ്ടായി. സംഘർഷ സാധ്യത പോലും ഉണ്ടായപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥി ഈ ബൂത്തിൽ നിന്ന് പോകുകയോ മറ്റ് പ്രവർത്തകരെ മാറ്റാനുള്ളൊരു നടപടി പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്തില്ല. തുടർന്ന് ഇവിടെ ഒരു സംഘർഷത്തിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് UDF സ്ഥാനാർത്ഥി നീങ്ങിയത്. പോലീസിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ളൊരു സംഘർഷം അനുനയ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചട്ടലംഘനമാണ് നടന്നത് എന്നാണ് LDFിൻ്റെ പ്രവർത്തകരെല്ലാം ആരോപിച്ചത്. കാരണം ബൂത്തിനുള്ളിൽ കയറിക്കൊണ്ട് ഇത്തരം ഒരു പ്രവർത്തനം നടത്തുന്നത് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു പ്രവണതയിലേക്കാണ് UDF സ്ഥാനാർത്ഥി നീങ്ങിയിട്ടുള്ളത്. നിലവിൽ വെണ്ണക്കരയിലെ 48-ാം പോളിംഗ് ബൂത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ചുരുക്കം ചില ആളുകളുടെ വോട്ട് രേഖപ്പെടുത്തൽ കൂടെ പൂർത്തീകരിക്കാൻ സാധിച്ച ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ ഏതായാലും വെണ്ണക്കരയിൽ ഇപ്പോഴും കുറച്ചു പേർ കൂടി വോട്ട് ചെയ്യാനുണ്ട്. വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘർഷമുണ്ടാക്കാൻ വെണ്ണക്കരയിൽ ശ്രമം നടത്തി. പക്ഷേ അത് പൊളിഞ്ഞു വീഴുകയായിരുന്നു. വളരെ കരുതി കൂട്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ് ഡോക്ടർ പി സരിൻ LDF സ്ഥാനാർത്ഥി പറയുകയും ചെയ്തത്.